തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിൽ കോൺഗ്രസിൽ തർക്കം രൂക്ഷം. പാർട്ടി പിടിക്കാൻ വി.ഡി. സതീശൻ ഇത് അവസരമാക്കുന്നുവെന്ന വിമർശനം. തർക്കത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ ജില്ലാ നേതൃയോഗത്തിൽ നിന്ന് വി.ഡി. സതീശൻ വിട്ടുനിന്നു. വിഷയം പരിശോധിക്കുമെന്ന് കെ. സുധാകരൻ പ്രതികരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വി.ഡി. സതീശൻ തയ്യാറാക്കിയ പദ്ധതിയാണ് മിഷൻ 2025. പക്ഷേ പരിപാടി നടപ്പിലാക്കുന്നത് സതീശൻ ഏകപക്ഷീയമായി. ഇതിനായി ചുമതലപ്പെടുത്തിയവരിൽ പലരും സതീശന്റെ അനുയായികൾ. ഇതോടെ കെ.പി.സി.സി യോഗത്തിൽ സതീശനെതിരെ രൂക്ഷ വിമർശനമുയർന്നു. പ്രതിപക്ഷ നേതാവിൻ്റേത് സമാന്തര രാഷ്ട്രീയ പ്രവർത്തനമെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന അടിയന്തര ഭാരവാഹി യോഗത്തിലെ വിമർശനം. ഇതിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരം DCC നേതൃയോഗത്തിൽ വി.ഡി. സതീശൻ പങ്കെടുത്തില്ല. വയനാട് ചിന്തൻ ശിബിരിലെ തീരുമാനങ്ങൾ യോഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യാനും ഉദ്ഘാടകനായും വി.ഡി. സതീശനെയാണ് നിശ്ചയിച്ചിരുന്നത്. പക്ഷേ വാർത്തകൾ വന്നതോടെ സതീശൻ പ്രതിഷേധിച്ച് പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു. കൊടിക്കുന്നിൽ സുരേഷ് MP പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അതേസമയം വിഷയം പരിശോധിക്കുമെന്ന് കെ. സുധാകരൻ പ്രതികരിച്ചു. അതൊക്കെ ഉണ്ടാവും, അവരവർക്ക് അഭിപ്രായം ഉണ്ടാവില്ലേ? ഒരു പാർട്ടിക്കകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു മീറ്റിങ്ങിൻ്റെ അകത്ത് പാർട്ടി നേതാക്കന്മാർക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാവില്ലേ? ആ അഭിപ്രായങ്ങൾ വ്യത്യസ്തമായി കൂടെ? അതൊരു ജനാധിപത്യ പാർട്ടിന്റെ ക്വാളിറ്റി അല്ലേ? അല്ല, അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാനൊക്കെ എനിക്കറിയാം. യോഗങ്ങളിലെ വിവരങ്ങൾ പുറത്തുവിട്ടത് പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവിന്റെ പേഴ്സണൽ സ്റ്റാഫിനെ അഭിപ്രായങ്ങളാണ്. കഴിഞ്ഞ ദിവസത്തെ കെ.പി.സി.സി യോഗത്തിൽ ജനറൽ സെക്രട്ടറിമാരായ MM നസീറും പഴകുളം മധുവും വി.ഡി. സതീശനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. ജില്ലാ ചുമതലയുള്ള നേതാക്കളെ അറിയിക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നും നേതാക്കൾ ആരോപിച്ചു. പ്രതിപക്ഷ നേതാവിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം അഡ്മിനായി വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയതിനും വിമർശനമുയർന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.